പ്രിയ കൂട്ടുകാരെ, വിജ്ഞാനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 കൊമേഴ്സ് സബ്ജക്റ്റിലെ അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ എക്സാം എഴുതുന്നവർക്കും അതുപോലെ തന്നെ ബികോം പഠിക്കുന്ന കുട്ടികൾക്കും ബികോമിൽ ഫസ്റ്റ് സെമ്മിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഗ്യാപ്പ്. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾ ആണ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് കുറെ ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള കുറെ മാർഗനിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. എല്ലാം അക്കൗണ്ട്സും എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഗൈഡ് ലൈൻസിന്റെ ബേസിലാണ്. അപ്പോൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, ബാലൻസ് ഷീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഫണ്ടമെന്റൽ ഗൈഡ് ലൈൻസിനെ ഫോളോ ചെയ്തിട്ടാണ്. ഓക്കെ, ഫണ്ടമെന്റൽ ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ് ആണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. അതിൽ ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ ആണ് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് എൻറ്റിറ്റി, ബിസിനസ്സും ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് രണ്ട് സ്വതന്ത്ര വ്യക്തികളാണ്. ബിസിനസ്സും ബിസിനസിന്റെ മുതലാളിയും അല്ലെങ്കിൽ ബിസിനസിന്റെ ഉടമസ്ഥനും രണ്ടും സ്വതന്ത്ര വ്യക്തികളാണ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ രണ്ടും രണ്ട് സെപ്പറേറ്റ് പേഴ്സൺ ആണെന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന പ്രിൻസിപ്പിളിനെയാണ് ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ. മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും മോണിറ്ററി ടേംസിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും, നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, ഗുഡ്സ് സെയിൽ ചെയ്തു, അസറ്റ് വാങ്ങിച്ചു, അതുപോലെ തന്നെ ലയബിലിറ്റീസ് പേ ചെയ്തു, ഇതെല്ലാം മോണിറ്ററി ടേംസ്, പണത്തിന് തുല്യമായിട്ടുള്ള രീതിയിലുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ. ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് എന്താ? ദീർഘകാലത്തേക്ക് നമ്മുടെ ബിസിനസ് ഒരു നിശ്ചിത കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ദീർഘകാലത്തേക്ക് നിലനിൽക്കും, ബിസിനസ് പെട്ടെന്ന് പൂട്ടിപ്പോകില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അതായത് ഈ അസംഷന്റെ ബേസിലാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. എന്റെ ബിസിനസ് ദീർഘകാലത്തേക്ക് നീണ്ടു നിന്ന് പോകും, അത് ഉടനടി അടച്ചു പോകില്ല, അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് തുടർന്നു പോകുന്ന ബിസിനസ് ആയിരിക്കും എന്റേതെന്ന് അസ്യൂം ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഗോയിങ് കൺസേൺ. അപ്പോൾ ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ബിസിനസ് നടത്തുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രിൻസിപ്പിൾ. കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത് ചെലവാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം ബിസിനസ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ പർച്ചേസ് കോസ്റ്റിന്റെ ബേസിലായിരിക്കും. നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസ് കോസ്റ്റിന്റെ അല്ലെങ്കിൽ അക്വിസിഷൻ കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ്, ഒരു സാധനം വാങ്ങിച്ചപ്പോൾ എത്രയാണോ അതിന്റെ ഒറിജിനൽ കോസ്റ്റ് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് ആണ്. അഞ്ചാമത്തെ പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്ട്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണം. അപ്പോൾ രണ്ട് ആസ്പെക്ട് ഉണ്ട് ബിസിനസ്സിൽ. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ട്രാൻസാക്ഷൻ, നമ്മൾ രേഖപ്പെടുത്തുന്ന ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ടാവും, റിസീവിങ്ങും ഗീവിങ്ങും, അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്ന രണ്ട് ആസ്പെക്ട് ഉണ്ടാവും എന്ത് ട്രാൻസാക്ഷനും. ഇപ്പൊ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആണ്, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് രണ്ട് ആസ്പെക്ട് ഉണ്ടാവും. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി റവന്യൂ റെക്കഗ്നീഷൻ. റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മൾ റവന്യൂ ഏൺ ചെയ്താൽ മാത്രമേ അത് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? റവന്യൂ എപ്പോഴാണോ നമുക്ക് ഏൺ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വൺ ഏൺ എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വർഷത്തെ എക്സ്പെൻസ്, അത് ഇൻകവും എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്ത് പോകണം. അതായത് ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാകണം. നമ്മളിപ്പോൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അസറ്റും ലയബിലിറ്റീസും ഈക്വൽ ആയിട്ട് ടാലി ആയി പോകുന്ന സിറ്റുവേഷനിലെ, അതായത് ഒരു വർഷത്തെ എത്രയാണോ വരവ് അത് ചെലവിനോട് പൊരുതി ഒരുപോലെ
പോകണമെന്നാണ്, ഈക്വൽ ആയിട്ട് പോകണമെന്നാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ഡിസ്ക്ലോസ് പ്രിൻസിപ്പിൾ. ഫുൾ ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? വെളിപ്പെടുത്തുക. അപ്പൊ ഫുൾ ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാം വെളിപ്പെടുത്തുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട്സും എല്ലാ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് എന്നാണ് ഫുൾ ഡിസ്ക്ലോസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. നെക്സ്റ്റ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണ്. 9ാമത്തെ പ്രിൻസിപ്പിൾ ആണ്. ആന്റിസിപ്പേറ്റഡ് പൊട്ടൻഷ്യൽ ലോസ് ബട്ട് നോട്ട് ഗെയിൻസ് എൻഷുറിങ്. ഓക്കെ, അതായത് നമ്മുടെ ബിസിനസ്സിൽ ആന്റിസിപ്പേറ്റഡ് ലോസസ് വരും, ഗെയിൻസ് വരും. ഇതെല്ലാം നമ്മൾ എന്താണ് മുൻകൂട്ടി കണ്ടിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നമ്മളത് മുൻകൂട്ടി കണ്ടിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി വിശ്വാസയോഗ്യമാകുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ എന്താ ലാഭങ്ങൾ മാത്രമല്ല നഷ്ടങ്ങളും ഉണ്ടാവും. ആന്റിസിപ്പേറ്റഡ് ലോസസും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. ഇതിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാൻ. ലാസ്റ്റത്തെ പ്രിൻസിപ്പിൾ ആണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് മെത്തേഡ്, നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ട്രയൽ ബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് മെത്തേഡ് എല്ലാ വർഷവും ഒരേ മെത്തേഡ് തന്നെയായിരിക്കണം. എന്നാലാണ് നമുക്ക് കമ്പാരിസൺ എളുപ്പമാവുള്ളൂ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സ് ഓരോ വർഷവും അതിനെ തന്നെ ബേസ് ചെയ്തിട്ട് വേണം പോകാൻ, മാറ്റാൻ പാടില്ല. അപ്പോൾ ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ സങ്കീർണമായി പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സ് വേരി ചെയ്യാൻ പാടില്ല. പീരീഡിൽ ഓരോ പീരീഡിലും ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് പീരീഡിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് പറഞ്ഞത് 10 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ്, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഗൈഡ് ലൈൻസിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തിരിച്ചു വരാം.